ബൈബിളിലെ ബാബേൽ ഗോപുരത്തിന്റെ സംഭവം എന്ന് പറയുന്നത് തന്നെ അഹങ്കാരം മൂലം തകർന്നു പോയൊരു പട്ടണമാണ്. മനുഷ്യര് തങ്ങളുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ദൈവത്തിന്റെ അല്ലെങ്കിൽ ആകാശത്തോളം ഉയർത്താനായിട്ട് തങ്ങളുടെ കഴിവിനെയും ബുദ്ധിയെയും ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് തീർത്തത് ദൈവം തകർത്ത് കളയാണ്. ഈ എളിമപ്പെടാതെ അവസാനം വരെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച ഫറവോ അവസാനം മരിക്കുകയാണ്, നശിക്കുപോയി, വെള്ളത്തിൽ വീണ് മരിക്കുകയാണ്. എളിമ മൂലം ഉയർത്തപ്പെട്ട അനേകം വിശുദ്ധ കഥാപാത്രങ്ങൾ ബൈബിളിൽ കാണാനായിട്ട് കഴിയും. അബ്രാഹാം ലോത്തിന് എല്ലാം കൊടുക്കാൻ വേണ്ടി ഇഷ്ടമുള്ളത് നീ എടുത്തോളുക എന്ന് പറഞ്ഞ് എളിമപ്പെടുന്ന അബ്രാഹത്തെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി ദൈവം മാറ്റുന്നുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാനായിട്ട് അവസരമുണ്ടായിട്ടും അപ്പുറത്ത് മാറി നിന്ന് ഒരു മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ജോസഫിനെ ഈജിപ്തിന്റെ മുഴുവൻ അധികാരിയാക്കി ദൈവം മാറ്റി. ഈശോ മിശിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരം മൂലം നശിച്ചു പോയ അനേകരുണ്ട്, എളിമ മൂലം ഉയർത്തപ്പെട്ട അനേകരുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഞാൻ അഹങ്കാരം മൂലം നശിക്കാനിരിക്കുന്ന വ്യക്തിയാണോ, എളിമ മൂലം ഉയർത്തപ്പെടാനിരിക്കുന്ന വ്യക്തിയാണോ എന്ന് ആത്മശോധന ചെയ്യാം. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ വചനം. അഹങ്കാരം ദൈവത്തെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവരായിട്ട് നീ അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. ഏറ്റവും എളിമയുള്ളവർക്ക്, എന്താണ് ബൈബിളിലെ വചനം പറയുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. അഹങ്കാരം മൂലം നശിച്ചു പോയ അനേകരെ ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ബാബേൽ ഗോപുരത്തിന്റെ സംഭവം എന്ന് പറയുന്നത് തന്നെ അഹങ്കാരം മൂലം തകർന്നു പോയൊരു പട്ടണമാണ്. മനുഷ്യര് തങ്ങളുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ദൈവത്തിന്റെ അല്ലെങ്കിൽ ആകാശത്തോളം ഉയർത്താനായിട്ട് തങ്ങളുടെ കഴിവിനെയും ബുദ്ധിയെയും ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് തീർത്തത് ദൈവം തകർത്ത് കളയാണ്. വീണ്ടും ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഫറവോയെ കുറിച്ച് പറയുന്നത്, പല സന്ദർഭങ്ങളില് പല തകർച്ചകൾ ഉണ്ടായപ്പോഴും ഈ എളിമപ്പെടാതെ അവസാനം വരെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച ഫറവോ അവസാനം ഈ നദി, അതായത് ഫറവോ അവസാനം മുങ്ങി മരിക്കുകയാണ്, നശിക്കുപോയി, വെള്ളത്തിൽ വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നത് ഗോലിയാത്തിനെ കുറിച്ച്. തന്റെ ശക്തിയിലും തന്റെ കഴിവിലും ആരും എന്നെ കീഴ്പ്പെടുത്താനായിട്ടില്ല, ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്ന് അഹങ്കാരത്തോടുകൂടി ദൈവത്തെ പോലും വെല്ലുവിളിച്ചവനെ നിസാരനായ ദാവീദ് കീഴടക്കിയാണ്. ഹോളോഫർണസിനെ കുറിച്ച് പറയുന്നത്, ഒരു ദേശത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ആർക്കും ഹോളോഫർണസിന്റെ കയ്യിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹോളോഫർണസിനെ ഒരു സാധു സ്ത്രീ കീഴ്പ്പെടുത്തുകയാണ്. വീണ്ടും പറയുന്നുണ്ട് ഹാമാനെ, അതായത് ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കിയ ഹാമാന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത് എസ്തേറിന്റെ ഒരു സാധു, എളിമപ്പെട്ട, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയിലൂടെ വലിയൊരു ഇടപെടൽ ഉണ്ടാകുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നബുക്കദ്നേസർ, ഹെറോദേസ്, ഇവരൊക്കെ അഹങ്കാരം മൂലം നശിച്ചവരാണ്. പ്രിയപ്പെട്ടവരുടെ നാശത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം ശക്തിക്കും സ്വന്തം ബുദ്ധിക്കും സ്വന്തം കഴിവിനും സ്വന്തം സമ്പത്തിനും അമിതമായ പ്രാധാന്യം കൊടുത്തപ്പോൾ സംഭവിച്ച ദുരന്തമാണിത്. ജീവിതത്തിൽ നമ്മുടെ കഴിവിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ നശിച്ചു പോകുന്ന മേഖലകളുണ്ട്, തകർന്നു പോകുന്നൊരു മേഖലയുണ്ട്. നീ നിന്റെ സുഖത്തിനും സമ്പത്തിനും വില കൊടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നെ കാത്തിരിക്കുന്നത് ഒരു തകർച്ചയാണ്. എന്നാൽ എളിമ മൂലം ഉയർത്തപ്പെട്ട അനേകം വിശുദ്ധ കഥാപാത്രങ്ങൾ ബൈബിളിൽ കാണാനായിട്ട് കഴിയും. അബ്രാഹാം ലോത്തിന് എല്ലാം കൊടുക്കാൻ വേണ്ടി ഇഷ്ടമുള്ളത് നീ എടുത്തോളുക എന്ന് പറഞ്ഞ് എളിമപ്പെടുന്ന അബ്രാഹത്തെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി ദൈവം മാറ്റുന്നുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാനായിട്ട് അവസരമുണ്ടായിട്ടും അപ്പുറത്ത് മാറി നിന്ന് ഒരു മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ജോസഫിനെ ഈജിപ്തിന്റെ മുഴുവൻ അധികാരിയാക്കി ദൈവം മാറ്റി. എളിമയുള്ളവനെ ദൈവം എല്ലാ കാലത്തും ഉയർത്തും. തോബിത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, തോബിത്തിന്റെ എളിമയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി മറ്റൊരുവനെ സഹായിക്കുമ്പോൾ, മരിച്ചവനെ മറവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ദൂതൻ പറയാണ്, നീ മരിച്ചവനെ മറവ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എളിമയുടെ അടയാളമാണ് അവന് മറ്റുള്ളവർക്ക് വില കൊടുക്കുകയാണ്. വീണ്ടും പറയുന്നത് നമുക്കറിയാം, ശതാധിപനെ കുറിച്ച്, എന്റെ ഭവനത്തിൽ വരാനായിട്ട് അങ്ങന്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല.
ഒരു വാക്കരുളി ചെയ്താൽ മതി. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല, ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല, ഇതുപോലൊരു ആത്മീയ ജീവിതം കണ്ടിട്ടില്ല. വീണ്ടും പറയുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത്, യോഹന്നാൻ 3:30, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. പ്രിയപ്പെട്ട മറിയത്തെ കുറിച്ച് പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി. അപ്പോൾ നമ്മൾ ഇന്ന് അഹങ്കാരമുള്ളവരെയും എളിമയുള്ളവരെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, അഹങ്കാരമുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്താ? നേട്ടങ്ങളെ സ്വന്തം കഴിവിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് പരിശ്രമിക്കുന്നവർ. സ്വന്തം കഴിവ്, എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവിനെയും അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. എന്റെ കഴിവ് കൊണ്ടാണ്. ചിലപ്പോൾ ചില ആളുകൾ പറയും, ഞാൻ കാരണമാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്, എന്റെ കഴിവാണ്, എന്റെ നേട്ടം കൊണ്ടാണ്, എന്റെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ. അതുകൊണ്ട് മറ്റുള്ളവരുടെ പങ്കോ ഒരിക്കലും അംഗീകരിക്കുക പോലുമില്ല. എന്നാൽ എളിമയുള്ള ഒരു പ്രത്യേകത, എളിമയുള്ളവര് എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ തുടങ്ങും. ആത്മശോധന ചെയ്യാം. എന്റെ കഴിവായിട്ട് എല്ലാ നേട്ടങ്ങളെയും കാണുന്ന വ്യക്തിയാണോ ഞാൻ? ദൈവത്തിന് മഹത്വം, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക. രണ്ടാമതായിട്ട്, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു മനോഭാവം. അതാണ് ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മനോഭാവം, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥ, മറ്റുള്ളവരെ ഏറ്റവും നിസ്സാരരായിട്ട് കാണുന്ന ചിലരുടെ പ്രത്യേകതയാണ് ഈ ഏറ്റവും കളിയാക്കുന്ന മനോഭാവം, എല്ലാവരുടെ മുമ്പ് വെച്ച് അവഹേളിക്കുന്ന മനോഭാവം. എളിമയുള്ളവര് പ്രത്യേകത, മറ്റുള്ളവർക്ക് വില കൊടുക്കാൻ തുടങ്ങും. ഈ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നത് തന്നെ ഒരു എളിമയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ, നമ്മുടെ ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ആയിരിക്കാം, മാതാപിതാക്കളുടെ ആയിരിക്കാം, സഹോദരങ്ങളുടെ ആയിരിക്കാം, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നവനാണോ തകർത്ത് കളയുന്നവനാണോ എന്ന് ആത്മശോധന ചെയ്യാം. മൂന്നാമതായിട്ട്, സ്വന്തം കുറവുകളെയും വീഴ്ചകളെയും ഒരിക്കലും അഹങ്കാരിക്ക് അംഗീകരിക്കാൻ പറ്റിയല്ല. ഒരിക്കലും അഹങ്കാരി സ്വന്തം കുറവുകൾ വെളിപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ സ്വന്തം വീഴ്ച അംഗീകരിക്കുകയില്ല. വീഴുന്നു എന്നൊരിക്കലും അവർ അംഗീകരിക്കുകയില്ല. എളിമയുള്ളവന്റെ പ്രത്യേകത, എന്ത് വീണാലും അവന് ആ വീഴ്ചയിലൂടെ പുതിയ വ്യക്തിയായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കും. നീ എളിമപ്പെട്ട് പുതിയ വ്യക്തിയാകാനായിട്ട് നിനക്ക് കഴിയുമോ? ആത്മശോധന ചെയ്യാം. പലപ്പോഴും ഈ അഹങ്കാരത്തിന്റെ പ്രത്യേകത, ചിലര് ആരുടെ മുമ്പിൽ എളിമപ്പെടുകയില്ല. എത്ര തകർന്നാലും താഴ്ന്നു കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ചില കുടുംബങ്ങള് നശിച്ചൊന്നുമില്ലാതിരുന്നെങ്കിലും അവരുടെ അഹങ്കാരം മൂലം ഒരിക്കലും താഴ്ന്നു കൊടുക്കുകയില്ല. തകരുവാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ അഭിമാന ക്ഷതം വെക്കാൻ സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ഈ താഴ്ന്നു കൊടുക്കാൻ സമ്മതിക്കുകയില്ല. അവര് ഒരിക്കലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നശിച്ചു പോയാലും താഴ്ന്നു കൊടുക്കാത്ത അവസ്ഥ. ആത്മശോധന ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എളിമപ്പെടാനായിട്ട് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനായി തീരുക. അപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രം. പ്രഭാഷകൻ 3:18. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനായി തീരുക. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഉയർന്ന ഡോക്ടറേറ്റ് ഉണ്ട്, ഉയർന്ന അംഗീകാരമുണ്ട്, പക്ഷെ അവർ ഏറ്റവും താഴ്ന്നവരെ പോലെയാണ് നടക്കുന്നത്, ഏറ്റവും എളിമയുള്ളവരെ പോലെയാണ് നടക്കുന്നത്. അവരുടെ അംഗീകാരവും അവരുടെ പ്രശസ്തിയൊന്നും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇറക്കി വെക്കത്തൊന്നുമില്ല. അവര് ഈ താഴ്മയോടെ നിന്നുകൊണ്ട് എളുപ്പപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങും. ഇതൊന്നും എന്റെ നേട്ടമല്ല, ഇതൊന്നും എന്റെ കഴിവല്ല, ഇതൊക്കെ ദൈവം തന്ന ദാനമാണ്. മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മനോഭാവം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ പ്രശംസയ്ക്കും അംഗീകാരത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. അഹങ്കാരമുള്ള ഒരു വ്യക്തി എപ്പോഴും കാത്തിരിക്കുന്ന പ്രശസ്തിയാണ്, അംഗീകാരമാണ്. അതിന് എന്ത് വില കൊടുത്ത് അത് കിട്ടണം എന്ന് ദാഹം ഉണ്ടാകും. എന്നാൽ എളിമയുള്ളവര് ഒരിക്കലും പ്രശസ്തിക്ക് വേണ്ടിയല്ല, അവർ മനുഷ്യർക്ക് വില കൊടുക്കും, പ്രിയപ്പെട്ടവർക്ക് വില കൊടുക്കും. നമുക്ക് ആത്മശോധന ചെയ്യാം. ഞാൻ അഹങ്കാരത്തിന്റെ കണ്ണോടുകൂടിയാണ് നോക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്നെ കാത്തിരിക്കുന്നത് തകർച്ചയാണ്. അഹങ്കാരിന്റെ അടയാളം പോലും ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയും. എളിമയുള്ളവരുടെ പ്രത്യേകതയാണ്. എളിമയുള്ളവരെ ദൈവം 1 പത്രോസ് 5:6, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴെ നീ താഴ്മയോടെ നിൽക്കണം, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. എളിമപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ നീ വിചാരിക്കും, ഞാനെന്തും ഇങ്ങനെയൊക്കെ താഴ്ന്നു നിൽക്കുവാണല്ലോ, ദൈവം എന്തുകൊണ്ട് അങ്ങനെ? നിന്നെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ ഒരു സമയമുണ്ട്. എളിമയോടുകൂടി ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എളിമപ്പെട്ട് കർത്താവിന്റെ സന്നിധി താഴ്മയോടെ നിൽക്കുക, ദൈവം നിന്നെ ഉയർത്തും. നമുക്ക് എളിമയുള്ളവരായി തീരാം. എളിമയുള്ളവർക്ക് എന്നും അനുഗ്രഹം കാത്തു നിൽപ്പുണ്ട്. ഈശോ എന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശിയായ സ്തുതിയായിരിക്കട്ടെ.